പറഞ്ഞു വരുന്നത് ഇത്രയേറെ സോഴ്സുകൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ കണ്ടു പഠിച്ചിട്ടും പുതിയ സിലബസും പുതിയ പരിഷ്കാര രീതികളൊക്കെയും കൊണ്ടുവന്നിട്ടും തോൽപ്പിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെക്കുമ്പോഴേക്ക് തോറ്റുപോകുന്ന കുട്ടികളാണ് നമ്മുടേതെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്താത്തതിന്റെ കാരണം അവിടെയുള്ള ഒരു പാളിച്ച കൂടിയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് ശോഭിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, മത്സര പരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾക്ക് റാങ്ക് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ നമ്മൾ സംവിധാനിച്ച സംവിധാനത്തിൽ എവിടേക്കോ മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ പദ്ധതികളും പുതിയ സിലബസുകളും പുതിയ ആവിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടും ഇതൊന്നും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ എവിടെയാണ് പ്രശ്നം? അത് സംവിധാനത്തിലാണോ, കുട്ടികളിലാണോ, അത് പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിൽ ട്രാൻസാക്ട് ചെയ്യുന്ന ടീച്ചർമാരിലാണോ, എവിടെയാണ് പ്രശ്നം എന്ന ഒരു ചർച്ച കൃത്യമായി നടന്ന് അത് മാറ്റം ചെയ്യേണ്ടതുണ്ട്.